നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം എന്നെ വിളിക്കുന്ന ഓമന പേരാണല്ലോ പൈല. അതുകൊണ്ട് ഇന്ന് പൈലയെ കുറിച്ച് പഠിക്കാം. ആപ്പിൾ സ്നെയിൽ എന്നാണ് പൈലയുടെ കോമൺ നെയിം. സർ, വൺ ഡൗട്ട്. Sit down. സർ. Sit down, I say. സർ. Sit down. Soon he became a very successful. You tell me the habitat of Phyla globosa. Stand up when the teacher asks you a question. Tell. Now, answer my question. Where do you find Phyla globosa? In marine water or fresh water? Tell me. Come on. ഫ്രഷ് വാട്ടർ ആണെന്ന് തോന്നുന്നു. തോന്നണ്ട, ശരിയാണ്. എല്ലാവരും കേട്ടല്ലോ. ഇന്നാദ്യമായിട്ടാണ് ഇയാൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ്. നിങ്ങളകത്ത് കയറിയാൽ എന്തെങ്കിലും സംഭവിക്കും. ഞാൻ പോകാം. സാർ എന്തായി ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. യു നോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈല? സേ യെസ് ഓർ നോ. അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചകമായി സർ എന്നുകൂടി ചേർക്കണം. സേ നോ സർ. നോ സർ. ദാറ്റ്സ് ടു ബാഡ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. സർ, ഞാൻ ഈ ക്ലാസ്സിലല്ല സർ. എന്റെ സബ്ജക്ട് സുവോളജി അല്ല സർ. പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതെനിക്ക് നിർബന്ധമാണ്. നോ, യു കാൺട്ട്. ഇതേ പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചപ്പോഴും അനന്തനെ കുത്തിയപ്പോഴും ഒന്നും ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യാൻ ആളെ കണ്ടില്ല. ഇവന്മാരൊക്കെ കൂടെ ഒരു അധ്യാപകന്റെ സമനില തെറ്റിച്ചപ്പം ഉടനെ അങ്ങേരെ അറസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുകയോ കേസ് ഫയൽ ചെയ്യുകയോ ചെയ്യാതെ ഞാൻ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാന്നുള്ള വേണ്ടാത്ത പണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാക്കിയിട്ട് നടക്കാൻ നാണമില്ലേ? മിസ്റ്റർ, നിങ്ങൾ ഈ പറഞ്ഞ കേസിലൊന്നും പരാതിക്കാരില്ലെന്ന്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാതെ ഓരോരുത്തർ അറസ്റ്റ് ചെയ്യാൻ എന്റെ കൂടെ എന്താ വണ്ടി ഓടുന്നുണ്ടോ? ഇവിടെ ഒരു വിദ്യാർത്ഥിയെ കുത്തിയിട്ട് പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇല്ല. Come on, come on, please. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും കാശുള്ളവന്മാരുടെയും മക്കളാണെന്ന് അഹങ്കരിച്ച് എന്ത് താന്തോന്നിത്തരവും കാണിക്കുന്ന കുറെ തെരുവ് ഗുണ്ടകൾക്ക് അഡ്മിഷനും കൊടുത്ത് അവരുടെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് നാളെ ഈ രാജ്യം ഭരിക്കുന്നതിന് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിച്ചുവിടുന്ന ഈ സ്ഥാപനം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ തലവനായിരിക്കുന്ന സാറിന്റെ ഉദ്യോഗത്തിന് യോജിച്ച പേര് പ്രിൻസിപ്പൽ എന്നല്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളെ പോലെ താൻ തോന്നിയായിരുന്നെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാമായിരുന്നു. പക്ഷെ 4 അക്ഷരം പഠിച്ചു പോയതുകൊണ്ടും സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ടും ഞാനത് പറയുന്നില്ല. രാമേന്ദ്രൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തെ വ്യഭിചരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥാപനം ഉണ്ടല്ലോ, ഇതിന്റെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്നതിൽ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഞാൻ സംതൃപ്തനാണ്. കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്. രോഗിയായ ഒരു ഭാര്യ, പിന്നെ 2 പെൺകുട്ടികൾ. നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന മനസ്സിലായെന്ന് വരില്ല. നിങ്ങൾ പറയുന്ന താന്തോന്നുകളെ എനിക്ക് പേടിയില്ല. പക്ഷെ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത, ഡൊണേഷൻ വാങ്ങി അവർക്ക് അഡ്മിഷൻ കൊടുത്ത മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഐ വിൽ ബി ഇൻ their bad book. I will be in the MP's bad book. I will be in the ministers and MLA's bad book. Because ഈ താന്തോന്നികൾ അവന്റെ മക്കളും മരുമക്കളും. പക്ഷെ എനിക്കാരുടെയും ചീത്ത പുസ്തകത്തിൽ സ്ഥാനം പിടിക്കാൻ പേടിയില്ല. I will file a case against them and I will see that they will be